ഹായ് പ്രിൻസ് ആണ്. ഞാനിപ്പോൾ ഉള്ളത് മൂന്നാർ രാജാക്കാടുള്ള ലെമൺ ഗ്രാസ് എന്ന് പറയുന്ന ഹോട്ടലിലാണ്. ഇവിടെ നമുക്ക് 23 റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്, 2 കാറ്റഗറിയിലായിട്ട്. അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ്, ബാറ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരു ബഡ്ജറ്റ് റേറ്റിൽ ഒരു 3,500 റുപ്പീസ് റേഞ്ചിൽ നല്ലൊരു ഹോട്ടൽ അക്കോമഡേഷൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. ലെമൺ ഗ്രാസ് ഹോട്ടലിലെ ഫ്രണ്ട് ഏരിയ ആണ് കേട്ടത്. ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത്. നമ്മൾ ജസ്റ്റ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് കയറി വരുന്ന സമയത്ത് റിസപ്ഷനോട് ചേർന്നിട്ടുള്ള ഒരു സ്പേസിൽ ഒരു ആർമി ട്രക്ക് കാണാൻ പറ്റും. ഈ ഒരു ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർഗിൽ വാറിൻ്റെ സമയത്ത് വാറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്രക്കാണ്. ദെൻ അതിനുശേഷം ഇവരിത് പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ഷോക്കേസ് പോലെ എന്താ പറയുക സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള ഒരു ട്രക്കാണിത്. ഇതിപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ട്രക്ക് ഫുള്ളായിട്ട് കാണാനൊക്കെ പറ്റും. ദെൻ ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയയിലേക്ക് വരുന്ന സമയത്താണെങ്കിലും നമുക്ക് കുറേ ആൻറ്റിക് ആയിട്ടുള്ള ഐറ്റംസും അതേപോലെ തന്നെ പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ബോക്സും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഈ ഒരു റിസപ്ഷനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാൻ പറ്റും കേട്ടോ. ദെൻ റിസപ്ഷൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു കോഫി ഷോപ്പും കൂടി ഉണ്ട്. ഇതാണ് ഈ ഒരു റിസപ്ഷൻ ഏരിയയുടെ ഒരു ഓവർ ലുക്ക് വരുന്നത്. ദെൻ നമുക്കിവിടെ 2 കാറ്റഗറി റൂമാണുള്ളത്. അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റും ബാറും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതിവിടുത്തെ പ്രീമിയം കാറ്റഗറി ആയിട്ടുള്ള ജൂനിയർ സ്വീറ്റ് എന്ന് പറയുന്ന കാറ്റഗറി റൂമാണ്. ഈ ഒരു റൂമിനകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ ഇതാണ് ഈ ഒരു റൂമിൻ്റെ ബെഡ് സ്പേസ്. ബെഡ് സ്പേസിന് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു ടേബിളും അതേപോലെ തന്നെ 2 ചെയറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു റൂമിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് വേറൊരു റൂമും കൂടിയുണ്ട്. ആക്ച്വലി ഈ ഒരു ജൂനിയർ സ്വീറ്റ് എന്ന് പറയുന്ന കാറ്റഗറി വന്നിട്ട് നമുക്ക് ഇൻ്റർ കണക്റ്റിംഗ് റൂംസ് ആണ്. അതായത് ഒരു 2 ഫാമിലിയൊക്കെ ഒരുമിച്ച് വരികയാണ്, അവർക്ക് ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വരുവാണെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് ഈ ഒരു ജൂനിയർ സ്വീറ്റ് എന്ന് പറയുന്ന കാറ്റഗറി റൂം. ജൂനിയർ സ്വീറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ആകെ ഈ ഒരു റൂം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മെജോറിറ്റി റൂംസും ഇവിടെ വന്നിട്ട് നമുക്ക് ഡിലക്സ് റൂം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ്. ടോയ്ലറ്റ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മോഡേൺ എമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടോയ്ലറ്റ് സ്പേസ് ആണ്. അപ്പോൾ ഈ ഒരു ജൂനിയർ സ്വീറ്റിൻ്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിരിക്കും. ആകെ ഒരു റൂം മാത്രം അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഈ ഒരു റൂമിലേക്ക് അവൈലബിലിറ്റി ഉണ്ടാവണം എന്നില്ല. അപ്പം നോർമൽ നമുക്ക് എന്താ പറയുക ഡിലക്സ് റൂംസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എപ്പോഴും ഇവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. ദെൻ ഇതാണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി ആയിട്ടുള്ള ഡിലക്സ് റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂം. ഈ ഒരു റൂമിനകത്ത് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇതാണ് ഈ ഒരു റൂമിൻ്റെ ഓവറോൾ ഒരു ഇൻറ്റീരിയർ ലുക്ക് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഇവിടുത്തെ പ്രീമിയം കാറ്റഗറി ആയിട്ടുള്ള ജൂനിയർ സ്വീറ്റ് എന്ന് പറയുന്ന കാറ്റഗറി റൂമും ഈ ഒരു റൂമും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻറ്റീരിയറും അതേപോലെ തന്നെ ബാക്കിയുള്ള എമ്യൂണിറ്റീസും കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ് വരുന്നത്. ടോയ്ലറ്റ് സ്പേസ് ആണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇനി നമുക്ക് ഇവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്പേസും കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്പേസ് ആണ്. അതേപോലെ തന്നെ നല്ല പ്രീമിയം ലുക്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്പേസ് ഇവരെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ബഫറ്റ് കൗണ്ടറാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവർ ഇവിടെയാണ് സെറ്റ് ചെയ്യാറ്. ദെൻ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഔട്ട്സൈഡിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റൈൽ റെസ്റ്റോറൻറ്റും കൂടിയുണ്ട്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ സ്റ്റൈൽ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ലെമൺ ഗ്രാസ് ഹോട്ടലിൽ വന്ന് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല ബെസ്റ്റ് റേറ്റിൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെയുള്ള പുതിയ പുതിയ റിസോർട്ട്സിൻ്റെയും ഹോട്ടൽസിൻ്റെയും ഒക്കെ അപ്ഡേറ്റ്സിനായിട്ട് നമ്മളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പുതിയൊരു ഡെസ്റ്റിനേഷനിൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.